Hello, Desktop Customization in Ubuntu Linux OS എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ലോഞ്ചറിനെ കുറിച്ച്, ലോഞ്ചറിൽ ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്യുന്നതും ചേർക്കുന്നതും, മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്സ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, സൗണ്ട് സെറ്റിംഗ്സ്, ടൈം ആൻഡ് ഡേറ്റ് എന്നീ സജ്ജീകരണങ്ങൾ, മറ്റു യൂസർ അക്കൌണ്ട്സ് മാറ്റുക എന്നിവയൊക്കെയാണ്. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ഉബുണ്ടു ലിനക്സ് OS 14.04 ഉപയോഗിക്കുന്നു. ലോഞ്ചർ ഉപയോഗിച്ച് തുടങ്ങാം. ഉബുണ്ടു ലിനക്സ് ഡെസ്ക്ടോപ്പിൽ ഡിഫോൾട്ടായി ഇടതുവശത്തുള്ള പാനൽ ആണ് ലോഞ്ചർ. ഇതിന് ചില ഡിഫോൾട്ട് ആപ്ലിക്കേഷനുകൾ ഉണ്ട്. ലോഞ്ചർ പതിവായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ആക്സസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. അതിനാൽ ലോഞ്ചറിലെ ഡെസ്ക്ടോപ്പ് ഷോർട്ട്കട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുവാൻ കഴിയും. ഡിഫോൾട്ടായി ലോഞ്ചറിൽ ചില ആപ്ലിക്കേഷനുകൾ ഉണ്ട്. നിങ്ങളുടെ ആവശ്യകത അടിസ്ഥാനമാക്കി ലോഞ്ചർ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം എന്ന് പഠിക്കാം. എന്റെ റെഗുലർ വർക്കിന് എനിക്ക് ടെർമിനൽ, ലിബ്രിയോഫീസ് റൈറ്റർ, gedit എന്നീ ആപ്ലിക്കേഷനുകൾ ആവശ്യമാണ്. ലോഞ്ചറിൽ ഈ ആപ്ലിക്കേഷനുകൾ ചേർക്കാം. അങ്ങനെ ചെയ്യുന്നതിനു മുൻപ് എനിക്ക് വേണ്ടാത്ത ചില ആപ്ലിക്കേഷനുകൾ ഞാൻ നീക്കം ചെയ്യും. VLC ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ VLC ആപ്ലിക്കേഷൻ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ഫ്രം ലോഞ്ചർ സെലക്ട് ചെയ്യുക. VLC ആപ്ലിക്കേഷൻ ഐക്കൺ ലോഞ്ചർ എന്നതിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അതുപോലെ സ്ഥിരമായി ഉപയോഗിക്കാത്ത എല്ലാ ഷോർട്ട്കട്ടുകളും നീക്കം ചെയ്യാം. ഡെസ്ക്ടോപ്പിലെ ലോഞ്ചറിൽ നിന്ന് ചില ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ടെർമിനലിലെ ഷോർട്ട്കട്ട് ലോഞ്ചർ എന്നതിലേക്ക് കൂട്ടിച്ചേർക്കും. ഡാഷ് ഹോമിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ ടെർമിനൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഓപ്പൺ ചെയ്യുവാൻ ടെർമിനലിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ലോഞ്ചറിൽ ടെർമിനൽ ഐക്കൺ കാണാം. ലോഞ്ചറിൽ ടെർമിനൽ ഐക്കൺ ഫിക്സ് ചെയ്യുന്നതിന് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ലോക്ക് ടു ലോഞ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലോഞ്ചറിൽ ആപ്ലിക്കേഷൻ ഫിക്സ് ചെയ്യുവാനുള്ള ഷോർട്ട്കട്ട് ആണ് ഡ്രാഗിങ്ങും ഡ്രോപ്പിങ്ങും. ഞാൻ ഇപ്പോൾ അത് കാണിക്കാം. ഡാഷ് ഹോം ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ ലിബ്രിയോഫീസ് എന്ന് ടൈപ്പ് ചെയ്യുക. ലോഞ്ചറിൽ ലിബ്രിയോഫീസ് ഐക്കൺ ഉണ്ടാക്കുക. നമ്മൾ ചെയ്യുന്നത് പോലെ ഹെൽപ്പ് ടെക്സ്റ്റ് ഡ്രോപ്പ് ടു ആഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടും. ഹെൽപ്പ് ടെക്സ്റ്റ് ലഭിച്ചില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഇപ്പോൾ ലോഞ്ചറിലെ ലിബ്രിയോഫീസ് ഐക്കൺ ഡ്രോപ്പ് ചെയ്യുക. ലോഞ്ചറിലേക്ക് ഇപ്പോൾ ഷോർട്ട്കട്ട് ചേർക്കുന്നത് നിങ്ങൾക്ക് കാണാം. ലോഞ്ചറിൽ ഷോർട്ട്കട്ട് എങ്ങനെ ചേർക്കാം എന്നുള്ളതാണ് ഇത്. ഉബുണ്ടു ലിനക്സ് OS എന്നതിന്റെ പ്രധാന ഫീച്ചർ മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ വർക്ക് സ്പേസ് സ്വിച്ചർ ആണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഒന്നിലധികം ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ടാകും. ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് നമ്മൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇത് കൂടുതൽ സൗകര്യപ്രദമാക്കുവാൻ വർക്ക് സ്പേസ് സ്വിച്ചർ ഉപയോഗിക്കാം. നമുക്ക് ലോഞ്ചറിലേക്ക് തിരിച്ചു വരാം. ലോഞ്ചറിൽ വർക്ക് സ്പേസ് സ്വിച്ചർ എന്ന ഐക്കൺ കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക. 4 ഡെസ്ക്ടോപ്പുകൾ ഉള്ള 4 ക്വാഡ്രന്റുകൾ കാണിക്കുന്നു. ഡിഫോൾട്ടായി മുകളിൽ ഇടതുവശത്ത് ഡെസ്ക്ടോപ്പ് തിരഞ്ഞെടുത്തു. നമ്മൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡെസ്ക്ടോപ്പ് ആണ് ഇത്. ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ഡെസ്ക്ടോപ്പ് തിരഞ്ഞെടുക്കുക. ലോഞ്ചർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് സ്പേസ് സ്വിച്ചർ വീണ്ടും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രണ്ടാമത്തെ വർക്ക് സ്പേസ് സ്വിച്ചറിൽ ടെർമിനലും ഡെസ്ക്ടോപ്പും ആദ്യം കാണാം. ഈ രീതിയിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്പുകളിൽ പ്രവർത്തിപ്പിക്കാം. നമുക്ക് ആദ്യം ഡെസ്ക്ടോപ്പിലേക്ക് തിരിച്ചു വരാം. ട്രാഷ് ലോഞ്ചറിലെ മറ്റൊരു പ്രധാന ഐക്കൺ ആണ്. ഡിലീറ്റ് ചെയ്യപ്പെട്ട എല്ലാ ഫയലുകളും ഫോൾഡറുകളും ട്രാഷിൽ ഉൾക്കൊള്ളുന്നു. നമ്മൾ ഫയൽ അബദ്ധവശാൽ ഡിലീറ്റ് ചെയ്താൽ ട്രാഷിൽ നിന്ന് നമുക്ക് അത് പുനഃസ്ഥാപിക്കാം. ഇത് തെളിയിക്കുന്നതിനായി എന്റെ ഡെസ്ക്ടോപ്പിലെ diw എന്ന ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൂവ് ടു ട്രാഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് റീസ്റ്റോർ ചെയ്യുവാൻ ലോഞ്ചറിൽ ട്രാഷ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ട്രാഷ് ഫോൾഡർ തുറക്കുന്നു. ഫയൽ തിരഞ്ഞെടുക്കുക. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. ട്രാഷ് വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിലേക്ക് മടങ്ങുക. നേരത്തെ നീക്കം ചെയ്ത ഫയൽ ഇപ്പോൾ റീസ്റ്റോർ ചെയ്തതായി നമുക്ക് കാണാം.
നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നും ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്നതിന് ആദ്യം Shift+Delete അമർത്തുക. DIW സ്ഥിരമായി നീക്കം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ഉറപ്പാക്കുവാൻ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ട്രാഷ് ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാത്തതിനാൽ ട്രാഷ് ഫോൾഡറിൽ നമുക്ക് ഫയൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഡെസ്ക്ടോപ്പിന്റെ മുകളിൽ വലതുകോണിലുള്ള ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആണ്. നിങ്ങൾ ഏതെങ്കിലും LAN അല്ലെങ്കിൽ Wi-Fi നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. നിങ്ങൾക്ക് ഇവ ഇവിടെ കാണാം. നിങ്ങൾക്ക് ആക്സസ് ഉള്ള നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കാം. നെറ്റ്വർക്ക് എനേബിൾ ഓർ ഡിസേബിൾ ആകുവാൻ എനേബിൾ നെറ്റ്വർക്കിംഗ് ചെക്ക് ഓർ അൺചെക്ക് ചെയ്യുക. എഡിറ്റ് കണക്ഷൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നെറ്റ്വർക്കുകൾ എഡിറ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ സൗണ്ട് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലൈഡർ കാണാം. ഓഡിയോ ലെവലിനെ വർദ്ധിപ്പിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ഇത് നമ്മെ സഹായിക്കുന്നു. സൗണ്ട് സെറ്റിംഗ്സ് എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓഡിയോ ലെവലിനെ ക്രമീകരിക്കുവാൻ കഴിയും. ഈ വിൻഡോവിൽ സെറ്റിംഗ്സുകൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അടുത്ത ഐക്കൺ ടൈം ആൻഡ് ഡേറ്റ് ആണ്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ കലണ്ടർ തുറക്കും. ഇപ്പോഴത്തെ തീയതി, മാസം, വർഷം എന്നിവ ഇവിടെ കാണാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റു മാസങ്ങളും വർഷങ്ങളും നീക്കുവാൻ ആരോ ബട്ടണുകൾ തിരഞ്ഞെടുക്കുക. ടൈം ആൻഡ് ഡേറ്റ് സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് തീയതിയും സമയവും നമുക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങളുടേതായ ഈ ഓപ്ഷൻ കൂടുതൽ അടുത്തറിയുക. അടുത്തതായി വീൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗ് ഔട്ട്, ഷട്ട് ഡൗൺ എന്നീ ഓപ്ഷനുകൾക്കൊപ്പം ചില ഷോർട്ട്കട്ടുകൾ ഇവിടെ കാണാം. നിങ്ങളുടെ സിസ്റ്റത്തിൽ ലഭ്യമായ യൂസർ അക്കൗണ്ട്സ് കാണാം. പ്രത്യേക ഉപയോക്താവിനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഉപയോക്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറാം. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ലോഞ്ചറിനെ കുറിച്ച്. ലോഞ്ചറിൽ ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്യുന്നതും ചേർക്കുന്നതും എങ്ങനെയാണ്, മൾട്ടിപ്പിൾ ഡെസ്ക്ടോപ്സ്, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, സൗണ്ട് സെറ്റിംഗ്സ്, ടൈം ആൻഡ് ഡേറ്റ് സെറ്റിംഗ്സ് എന്നിവ, മറ്റു യൂസർ അക്കൗണ്ടുകൾ സ്വിച്ച് ചെയ്യുന്നതിനെ കുറിച്ച്. ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. വിശദാംശങ്ങൾക്കായി ദയവായി ഞങ്ങൾക്ക് എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് ഫണ്ട് കൊടുത്തത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടിയാണ്. കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.